ശ്രദ്ധിക്കേണ്ട അബ്ബാനെ, പാർട്സ് ഓഫ് സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ നോക്കിയാലോ. ഫസ്റ്റ് വൺ നൗൺ, സെക്കൻഡ് verb, തേർഡ് adjectives, fourth adverbs, 5 pronouns, 6 preposition, 7 conjunction and 8 interjection. ആദ്യത്തേതെന്ന് പറയുന്നത് നൗണാണ്. നൗൺ എന്താണെന്ന് നമ്മൾ സ്കൂളിൽ തൊട്ടേ പഠിക്കുന്നതാണ്. എങ്കിലും നമുക്കൊന്നുകൂടെ നോക്കാം. നൗൺ എന്ന് പറയുന്നത് ഒരു പ്ലേസിന്റെ പേരോ ഒരാളുടെ പേരോ ഒരു സാധനത്തിന്റെ പേരോ എന്തും നൗണാണ്. നൗൺ ഇസ് നത്തിങ് ബട്ട് the name of a person, a thing or a place. എക്സാമ്പിൾ നമ്മുടെ പേര് ദേവി, നവ്നീത്, ന്യൂ ഹേവൻ എല്ലാം ഒരു നൗണാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് ട്രിവാൻഡ്രം, കൊച്ചിൻ, കേരള എല്ലാം നൗണാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർബാണ്. വേർബ് ഈസ് സംതിങ് ദാറ്റ് വി ഡു. ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ വേർബിൽ വരുന്ന എന്താണ്? പ്ലേ, ആക്ട്, സ്വിം, ഡ്രൈവ് എല്ലാം വേർബാണ്. ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ പ്ലേ ചെയ്യുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു. സോ ആക്ഷൻ ആണ്. പ്ലേ എന്ന് പറയുന്ന ആക്ഷൻ ആണ്. അതാണ് വേർബ് എന്ന് പറയുന്നത്. ദെൻ വി ഗോ ടു സ്കൂൾ. ഗോ എന്ന് പറയുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് adjectives. Adjectives qualifies nouns. നൗണിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതാണ് adjectives. റീനു ഈസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതാണ് adjective. റീനു എന്ന് പറയുന്നതാണ് നമ്മുടെ നൗൺ. റീനു എങ്ങനെയുള്ളതാണ്? ബ്യൂട്ടിഫുൾ ആണ്. സച്ചിൻ ഇസ് എ ഹാൻസം ബോയ്. സച്ചിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ നൗൺ. ഹാൻസം എന്ന് പറയുന്നതാണ് നമ്മുടെ adjective. ഇവിടെ സച്ചിൻ എന്ന് പറയുന്ന നൗണിനെ എങ്ങനെയാണ് സച്ചിൻ കാണാൻ? ഹാൻസം ആണ് എന്ന് വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാൻസം. adjective ആണ്.